വിവാഹത്തിൻ്റെ അതിപടിയായി വരുന്നു. അതിനൊക്കെ പുസ്തകങ്ങളുടെ സാമർത്ഥ്യം ഈ പ്രധാനങ്ങളിൽ ഏറ്റുപറയുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കുടുംബമായിട്ട് ഉൾപ്പെടുവാനായിട്ട് സമ്മതം അറിയിക്കുവാനായിട്ട് ഇവിടെ വിളിച്ചിരുന്നു. ഇവരുടെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും വിഷയത്തിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ രണ്ട് പേരും പുതിയ കുടുംബമായിട്ട് പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. ഇവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരുന്നതിനൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഈ അവസരത്തിൽ അരുണിൻ്റെയും സംഗീതയുടെയും മാതാപിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും അരുണിൻ്റെയും സംഗീതയുടെയും മാതാപിതാക്കളുടെ ഒരു വലിയ സ്വപ്നമാണ് എന്നിവിടെ ഓടിയാൻ പോകുന്നത്. തങ്ങളുടെ മക്കളെക്കുറിച്ച് മാതാപിതാക്കന്മാർക്കുള്ള സ്വപ്നം അവർ നല്ല രീതിയിൽ എത്തിച്ചേരുന്നത് കാണുവാനായിട്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുവാനായിട്ട്, നല്ല കുടുംബമായിട്ട് ഉൾപ്പെടുന്നത് കാണുവാനായിട്ട് അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അതിനോട് സംഗീതയോടും പ്രത്യേകമായിട്ട് പറയാറുള്ളതാണ്, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ത്യാഗത്തെ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഈ നിലയിലൂടെ എത്തിക്കുവാനായിട്ട് ഇന്ന ദിവസം ഈ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാനായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന ത്യാഗങ്ങൾ, അവർ സഹിച്ചിരിക്കുന്ന വേദനകൾ, ഇതെല്ലാം എന്നും നന്ദിയോടെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കുടുംബമായിട്ട് പോകപ്പെടുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർക്കുവാനായിട്ട്, അവരോട് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട്, അവരെ സ്നേഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ലൊരു കുടുംബമായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്, ഒത്തിരിയേറെ കഴിവുകൾ ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് 2-3 ദിവസം കൂടിയുള്ള നിങ്ങളുടെ ഈ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ തോന്നി വലിയ ദൗത്യം ഇതൊരു ഈ കുടുംബ ജീവിതം എന്നതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ദൈവം വിഭാവന ചെയ്ത ഒരു കുടുംബം അത് രൂപപ്പെടുവാനായിട്ട്, അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടാകാം, തെറ്റിദ്ധാരണകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകാം. എന്തു തന്നെ ഉണ്ടായാലും നിങ്ങളെ വിളിച്ചവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് താങ്ങും തടവുമായിട്ട് കർത്താവ് കൂടെയുള്ള ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കണം. എന്നും പ്രാർത്ഥിക്കുന്ന, എന്നും ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തെയും, ഏത് ബുദ്ധിമുട്ടുകളെയും, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ എന്നും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, ഒരു പുതിയ കുടുംബമായി രൂപപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഒന്ന് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് ഈ രണ്ട് വ്യക്തികൾക്ക് സംഗീതക്കുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതം എന്നും ദൈവം വിഭാവന ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വന്തസ്ഥനായ കർത്താവേ, ഭൂമിയിൽ
തികഞ്ഞ സന്തോഷത്തോടുകൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കും. കർത്താവ് തലമുറയാണ് നിങ്ങൾ പരിചയം ഇസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്തുക വഴി കണ്ടെടുക്കാൻ വേണ്ടി കർത്താവെ വിവാഹ വാഗ്ദാനത്തിൽ ഈ ദാസനെ അനുഗ്രഹിക്കണം. വിശുദ്ധ പറയുക കർത്താവിനെ തേടുന്നവർക്ക് നന്മകൾക്കൊന്നും ഉണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ലജനങ്ങൾക്കായി ആകർഷിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൽ നല്ലത് തന്നെ ചെയ്യുകയും സമാധാനം തേടിയതിനെ പിന്തുടരുകയും വിവാഹ വാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ നിങ്ങൾ ആദ്യം ലോകത്തെ രാജ്യം ലോകത്തെ നീതിയും അന്വേഷിക്കുകയും
അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോസഫ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം നടക്കുന്ന ശൈലിയോടെ അന്നെ നിന്റെ ഭാര്യയെ സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അന്ന് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം നടക്കുന്ന ശൈലിയോടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷ്യങ്ങളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹായെ ഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയുടെ സ്വീകരിക്കുന്നതായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ദാസത്വത്തെ അങ്ങയുടെ കാര്യത്തിന് പകരേണ്ടത് ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധിക്കുകയും തിരുകുടുംബത്തിന്റെ നാഥനായ യേശുവിനെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാക്കുകളുടെയും മാനസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമാകട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തിൽ അവിടുന്ന് തന്നെ വശത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സത്യമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉദ്ധിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം ഉദാശീലയായുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമക്ഷമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. This love is like the church bells, as loud as they can ring, in the good man's face on his wedding day when he sees his bride